കാസർഗോഡ് വിഷപ്പുക ശ്വസിച്ച് 50ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയ കോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ചികിത്സ തേടിയത്. സമീപമുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായത്. ക്ലാസ് മുറിയിൽ ശാരീരിക അസ്വസ്ഥതകളും ശ്വാസതടസ്സവും അനുഭവപ്പെട്ട വിദ്യാർത്ഥിനികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, 50ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ നില എങ്ങനെയാണ്? എന്താണ് ഇങ്ങനെയൊരു വിഷപ്പുക പടരാനുള്ള സാഹചര്യം എവിടെ നിന്നാണ് ഉണ്ടായത്? ടോമെ, ഞാനിപ്പോൾ ഉള്ളത് പുതിയ കോട്ടയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ തന്നെയാണ്. ഇവിടെയാണ് 11:30 മണിയോടുകൂടി ഇതിന് തൊട്ട് പിറകിൽ കാണുന്ന ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഏതായാലും നമുക്ക് നഗരസഭാ ചെയർപേഴ്സൺ നമ്മളോടൊപ്പം തന്നെ എന്തായാലും കൂടുന്നുണ്ട്. അവർ തന്നെ ഇക്കാര്യം വിശദീകരിക്കും. കാരണം നഗരസഭയുടെ കീഴിലാണ് ഈ അമ്മയും കുഞ്ഞും ആശുപത്രി വരുന്നത്. ഏതായാലും അവരോട് തന്നെ കാര്യങ്ങൾ എന്താണ് ടീച്ചർ ഇപ്പോൾ എന്താണ് അവസ്ഥ? ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 38 കുട്ടികളാണ് ഇവിടെ ആശുപത്രിയിൽ എത്തിയത്. അതിൽ 18 കുട്ടികൾ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ 5 പേരെ ജില്ലാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി 13 പേര് ഇവിടെ ഒബ്സർവേഷനിലാണ്. കുട്ടികളുടെ നിലയൊന്നും മോശമല്ല, നല്ല സ്റ്റേബിൾ ആണ് എല്ലാവരും. എന്താണ് ഇതിനൊരു കാരണം? ആദ്യഘട്ടത്തിൽ കാരണം എന്ന് പറയപ്പെടുന്നത് സ്കൂളുകാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഹോസ്പിറ്റലിലെ ജനറേറ്ററിൽ നിന്നുണ്ടായിട്ടുള്ള പുക എന്നാണ്. അത് കൃത്യമായിട്ടുള്ള കാരണം ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ച് അത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം റെഗുലറായി സർവീസ് ചെയ്യുന്ന ഒരു ജനറേറ്ററാണ്. 1.5 വർഷമായിട്ട് അത് നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്കൂളുകാരും സമ്മതിക്കുന്നതാണ് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഈ ജനറേറ്റർ ഉള്ളത് കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പം അത് കൃത്യമായി പരിശോധിക്കും. ഇപ്പോൾ നിലവിൽ വിഷമതയൊന്നുമില്ല. കുട്ടികളൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലാണ്. ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ 60ഓളം കുട്ടികൾക്കായിരുന്നു ആദ്യം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. സുരേഷ് നമ്മോടൊപ്പം ചേരും. സുരേഷ്, എന്താണ് നിലവിലെ ഈ ബിൽഡിംഗ് ഞങ്ങൾ ഒരുപാട് നാളത്തെ സമരം ചെയ്തിട്ടാണ് ഇത് ഇവിടെ തുറന്നത്. അന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് വൈദ്യുതി ഇല്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു. ഒരു പേരിന് അന്നത്തെ ആരോഗ്യമന്ത്രി ഇത് തുറന്നു വിട്ടതാണ്. അതിനുശേഷം ഇതിനകത്ത് നടക്കുന്നത് തികച്ചും ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഇത് പ്രസവിച്ച കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ ഇതിന് തൊട്ടടുത്തുള്ള ഈ സ്കൂളിൽ 10-60ഓളം കുട്ടികൾ ഈ വിഷവാതകം ശ്വസിച്ച് മാരകമായ രീതിയിൽ അവർ പല ആശുപത്രികളായി അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഈ സ്ഥാപിച്ചിട്ടുള്ള ജനറേറ്റർ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല. അധികൃതരോട് ചോദിക്കുന്ന സമയത്ത് എല്ലാം, പക്ഷേ സത്യത്തിൽ ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക. നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത് ആരുടെ നില ഗുരുതരമല്ല എന്നാണ്. നില ഗുരുതരമല്ല, ചെറിയ കുട്ടികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രസവിച്ച കുട്ടികൾ മുതൽ 17 വയസ്സ് വരെ കുട്ടികളെ പരിചരിക്കുന്ന ആശുപത്രിയാണ്. നില ഗുരുതരാണോ ഇല്ലയോ എന്നുള്ള വിഷയം നില ഗുരുതരം തന്നെയാണ്. പല കുട്ടികൾക്ക് ശ്വാസം കിട്ടാതെ ഇവിടെ മാസ്ക് വെച്ച് കിടക്കുകയാണ്. പല കുട്ടികളെയും ഇഞ്ചക്ഷൻ കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുക. ഇതിനപ്പുറത്ത് എന്താ സംഭവിക്കേണ്ടത്? കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ പരിഭ്രാന്തിയിലാണ്. പല കുട്ടികൾ ആ കുട്ടികളെ എടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇതിനപ്പുറത്ത് എന്താ സംഭവിക്കേണ്ടത്? ടോമെ, നമുക്ക് ആ ജനറേറ്ററിൽ ഉള്ള ഭാഗങ്ങളിലേക്ക് തന്നെ പോകാം. ദൃശ്യങ്ങളിൽ നമുക്ക് ആ സ്ഥലത്തേക്ക് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. ടോമെ, ഈ കാണുന്ന ദൃശ്യം നമുക്ക് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിന് തൊട്ടടുത്തായാണ് ഈ ജനറേറ്റർ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ജനറേറ്റർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ സ്പോട്ട് ലൈവ് സംഭവ സ്ഥലത്ത് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ജനറേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിന് തൊട്ട് മതിൽ ചേർന്നാണ് ഈ സ്കൂളിന്റെ കെട്ടിടം. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ഈ ജനറേറ്ററിൽ നിന്നാണ് ഇത്തരത്തിൽ വിഷപ്പുക ശ്വസിച്ച് ഇത്തരത്തിൽ 60ഓളം കുട്ടികൾക്ക് ഇത്തരത്തിൽ ശ്വാസതടസ്സം അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥവും അനുഭവപ്പെടാൻ ഇടയായത്. ഇത് അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആശുപത്രിയിൽ നിന്നുള്ള ജനറേറ്ററിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചതെന്നാണ് ഇതിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നേരത്തെ 2 വർഷത്തോളം ഈ ആശുപത്രി അടച്ചിട്ട അവസ്ഥയിലായിരുന്നു. വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ആശുപത്രി തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാലും ആശുപത്രി തുറന്നു പ്രവർത്തിക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം ജനറേറ്ററും സ്കൂളും തമ്മിലുള്ള ദൂരം. ഈ ജനറേറ്റർ ഇന്ന് വൈദ്യുതി മുടക്കമായിരുന്നു ഈ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതലേ ജനറേറ്ററിലായിരുന്നു ഈ ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. ഏതായാലും ആ സമയത്ത് ഉണ്ടായ വിഷപ്പുകയാണ് ഈ സ്കൂളിലെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥത ഇടയാക്കാൻ സാഹചര്യം ഇടയായത്. എന്തായാലും ഈ ജനറേറ്ററിന് ഇത്തരത്തിൽ എന്തെങ്കിലും ഈ കൃത്യമായ ഈ എല്ലാ അനുവാദത്തോടു കൂടിയാണോ ജനറേറ്റർ ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിനൊരുങ്ങിയാണ് ഈ പ്രദേശത്ത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അതുപോലെ തന്നെ നാട്ടുകാരുടെ. കാരണം അവിടുത്തെ ആളുകൾ തന്നെ, നാട്ടുകാർ തന്നെ ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ ബൈജു. അങ്ങനെ
ഇത് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ ഈ ജനറേറ്ററിൽ നിന്നും ഈ വിഷപ്പുക ഉയരാനുള്ള കാരണമായത്? ഈ കുട്ടികളുടെ മറ്റു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശ്വാസകരമാണ്. പക്ഷേ ഇത് സ്കൂൾ തൊട്ട് സമീപത്തൊരു സ്കൂളുണ്ട്, അവിടെ ഇതുപോലുള്ളൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാതികൾ ഉയരുന്നുണ്ടോ? തീർച്ചയായും ആ രീതിയിലുള്ള പരാതികൾ തന്നെയാണ് ഇവിടെ നിന്നും നാട്ടുകാരും ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉന്നയിക്കുന്നത്. ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് മതിയായ രേഖകളില്ലാതെയാണെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇനി പുകക്കൂടൽ അത്തരത്തിൽ സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള വിഷപ്പുക ഇതിൽ നിന്നും ഉയരാൻ ഇടയായത്. കാരണം നേരത്തെയും ഈ സ്കൂൾ അധികൃതർ ഈ ജനറേറ്ററുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഇത്തരത്തിൽ വിഷപ്പുക നേരത്തെയും ഉണ്ടായിരുന്നു, പക്ഷെ അത് വലിയ തോതിലുള്ള ഒരു ഗുരുതരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് ഇത് വലിയ ഗുരുതര നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് അത്തരത്തിൽ 60ഓളം കുട്ടികളെയാണ് ഇത്തരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെട്ട് ഇവിടെ ചികിത്സ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നിരവധി പേരാണ് ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ തടിച്ചുകൂടുന്നത്. ഇവർ നഗരസഭയിലേക്ക് ഇപ്പോൾ മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികൾ നടത്താനുള്ള ഒരു ഒരുക്കത്തിലും കൂടിയാണ്. എന്തായാലും ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നില്ല. ഈ കുട്ടികൾ ഇപ്പോഴും 38ഓളം കുട്ടികൾ ഇപ്പോഴും ഇതേ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് കേട്ടോ. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് വിഷപ്പുക ശ്വസിച്ച് 50ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.